വിശ്വസിച്ചവർ തന്നെ ചതിക്കുമ്പോൾ ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാൻ വെറും കണ്ണീര് മാത്രം പോരാതെ വരും. സ്വന്തം വീടിനുള്ളിൽ, സ്വന്തം കിടപ്പുമുറിയിൽ പോലും നിങ്ങൾ സുരക്ഷിതയല്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയിലൂടെ എപ്പോഴെങ്കിലും നിങ്ങൾ കടന്നുപോയിട്ടുണ്ടോ? ഏറ്റവും വലിയ യുദ്ധങ്ങൾ നടക്കുന്നത് അതിർത്തിയിലല്ല, അത് പലപ്പോഴും സ്വന്തം വീടിന്റെ 4 ചുവരുകൾക്കുള്ളിലാണെന്ന് പറയാറുണ്ട്. സ്നേഹിക്കേണ്ടവർ തന്നെ നമ്മളെ മാനസികമായി തകർക്കുമ്പോൾ, വിശ്വസിച്ചവർ തന്നെ ചതിക്കുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ വെറും വികാരങ്ങൾ കൊണ്ട് സാധിക്കില്ല. അവിടെയാണ് നമുക്ക് ചാണക്യനെപ്പോലൊരു ഗുരുവിന്റെ തന്ത്രങ്ങൾ ആവശ്യമുള്ളത്. ഭർത്താവ് ഒരു ശത്രുവിനെപ്പോലെ പെരുമാറിയാൽ, അല്ലെങ്കിൽ ദാമ്പത്യം ഒരു യുദ്ധക്കളമായി മാറിയാൽ, അവിടെ ജയിക്കാനും അതിജീവിക്കാനും ഒരു സ്ത്രീ അറിഞ്ഞിരിക്കേണ്ട ചില കടുപ്പമേറിയ സത്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കരയുന്ന സ്ത്രീയിൽ നിന്ന് ചിന്തിക്കുന്ന സ്ത്രീയിലേക്കുള്ള ആ മാറ്റത്തെക്കുറിച്ചാണ്. ആരംഭിക്കുന്നതിനു മുൻപ്, ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന അറിവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓണാക്കുക. നമുക്ക് ഈ ജീവൻ രക്ഷിക്കുന്ന തന്ത്രങ്ങളിലേക്ക് പ്രവേശിക്കാം. സാധാരണയായി ഇത്തരം സാഹചര്യങ്ങളിൽ സ്ത്രീകൾ 2 കാര്യങ്ങളാണ് ചെയ്യുക. ഒന്നുകിൽ കരയും, അല്ലെങ്കിൽ തിരിച്ചു വഴക്കിടും. എന്നാൽ ചാണക്യൻ പറയുന്നു, ഇത് രണ്ടും പരാജയത്തിലേക്കുള്ള വഴികളാണ്. ശത്രുതയുള്ള ഒരാളോട് യുദ്ധം ചെയ്യേണ്ടത് ആയുധം കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ്. ചാണക്യൻ നൽകുന്ന ആദ്യത്തെ ഉപദേശം ഇതാണ്: നിങ്ങളുടെ ശത്രുവിന് നിങ്ങളുടെ ബലഹീനതകൾ മനസ്സിലാക്കി കൊടുക്കരുത്. നിങ്ങൾ പ്രതികരിക്കുമ്പോൾ, അല്ലെങ്കിൽ കരയുമ്പോൾ, നിങ്ങളെ എവിടെ വേദനിപ്പിക്കണമെന്ന് അയാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിങ്ങളുടെ കണ്ണുനീരും നിരാശയും അയാൾക്കുള്ള ആയുധങ്ങളാണ്. അതുകൊണ്ട് മൗനം പാലിക്കുക. ഒരു പാമ്പ് വിഷമില്ലാത്തതാണെങ്കിൽ പോലും അത് പത്തി വിടർത്തി നിൽക്കണമെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ മൗനം അയാൾക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒന്നായിരിക്കണം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവെന്ന് അയാൾക്ക് മനസ്സിലാകരുത്. ആ നിശബ്ദത അയാളെ അസ്വസ്ഥനാക്കണം. നിങ്ങളുടെ മൗനം ബലഹീനതയല്ല, അത് തന്ത്രപരമായ ശക്തിയാണ്. നിങ്ങൾ പ്രതികരിക്കുന്നത് നിർത്തുമ്പോൾ, നിങ്ങൾ അയാൾക്ക് വെടിമരുന്ന് നൽകുന്നത് നിർത്തുകയാണ്. ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ കവചം. ഓർക്കുക, മൗനം നിങ്ങൾക്ക് നിരീക്ഷിക്കാനും ആസൂത്രണം ചെയ്യാനും അടുത്ത നീക്കം ആലോചിക്കാനും സമയം നൽകുന്നു. അയാൾ കണ്ണുനീർ പ്രതീക്ഷിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കോട്ട പണിയുകയാണ്. ഏറ്റവും കഠിനമായ കാര്യമിതാണ്: നമ്മൾ സ്നേഹിച്ച ഒരാളിൽ നിന്ന് മാനസികമായി അകലുക എന്നത് വേദനാജനകമാണ്. പക്ഷേ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു, അമിതമായ സ്നേഹത്തിൽ നിന്നാണ് ഭയമുണ്ടാകുന്നത്, സ്നേഹത്തിൽ നിന്നാണ് ദുഃഖമുണ്ടാകുന്നത്. ഭർത്താവ് ശത്രുവായെങ്കിൽ അയാൾക്ക് നിങ്ങളുടെ മേൽ വൈകാരികമായ ഒരു അധികാരമുണ്ടെന്നർത്ഥം. അയാളൊന്ന് ചിരിച്ചാൽ നിങ്ങൾ സന്തോഷിക്കുന്നു, അയാളൊന്ന് ദേഷ്യപ്പെട്ടാൽ നിങ്ങൾ തളരുന്നു. ഈ നിയന്ത്രണം അയാളുടെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങുക. അയാളെ ഒരു ഭർത്താവ് എന്നതിലുപരി ഒരു വ്യക്തി മാത്രമായി കാണാൻ ശ്രമിക്കുക. ഇതിനെയാണ് സ്ഥിതപ്രജ്ഞയെന്ന് പറയുന്നത്. അയാളുടെ വാക്കുകൾക്ക് നിങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാനുള്ള അനുവാദം കൊടുക്കാതിരിക്കുക. വിഷം കലർന്ന ഭക്ഷണം ഉപേക്ഷിക്കുന്നതുപോലെ സ്നേഹമില്ലാത്തതും ഉപദ്രവിക്കുന്നതുമായ പെരുമാറ്റങ്ങളിൽ നിന്ന് മാനസികമായി അകലം പാലിക്കുന്നത് ജീവൻ രക്ഷിക്കാൻ അനിവാര്യമാണ്. ഇത് പരിശീലിക്കുക. അയാൾ കഠിനമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരു സിനിമ കാണുകയാണെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ കഥാപാത്രത്തെ നിരീക്ഷിക്കുന്നു, പക്ഷേ നിങ്ങൾ ആ കഥാപാത്രമാകുന്നില്ല. ഈ വൈകാരിക അകലം തണുപ്പല്ല, അത് സ്വയം സംരക്ഷണമാണ്. ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നു, നമ്മെ വേദനിപ്പിക്കുന്നവയോടുള്ള അനുബന്ധമാണ് കഷ്ടപ്പാടുകളുടെ മൂലം. ആ അനുബന്ധം തകർക്കുക. അപ്പോൾ നിങ്ങൾ അയാളുടെ ശക്തിയെ തകർക്കുകയാണ്. ചാണക്യനീതിയിൽ ഏറ്റവും കൂടുതൽ എടുത്തുപറയുന്ന കാര്യമാണ് ധനത്തിന്റെ പ്രാധാന്യം. ധനമുള്ളവൻ തന്നെയാണ് ലോകത്തിൽ ശക്തൻ. ഭർത്താവ് ശത്രുവായാൽ നിങ്ങളെ നിയന്ത്രിക്കാൻ അയാൾ ആദ്യം ഉപയോഗിക്കുന്നത് പണമായിരിക്കും. സാമ്പത്തികമായി നിങ്ങൾ അയാളെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം അവിടെ അവസാനിക്കുന്നു. അതുകൊണ്ട് ചാണക്യൻ നൽകുന്ന തന്ത്രം ഇതാണ്: രഹസ്യമായിട്ടാണെങ്കിലും സ്വന്തമായ ഒരു സമ്പാദ്യമുണ്ടാക്കുക. ആപത്ത് കാലത്ത് ഭർത്താവ് ശത്രുവാകുമ്പോൾ പണം മാത്രമായിരിക്കും നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്ത്. സ്വന്തമായി വരുമാനമില്ലാത്ത സ്ത്രീകൾക്കാണ് ദാമ്പത്യ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടിവരുന്നത്. എന്ത് ത്യാഗം സഹിച്ചും, ചെറിയൊരു ജോലിയായാലും സമ്പാദ്യമായാലും, സാമ്പത്തികമായ ഒരു അടിത്തറയുണ്ടാക്കാൻ ശ്രമിക്കുക. സാധ്യമെങ്കിൽ പ്രത്യേക ബാങ്ക് അക്കൗണ്ട് തുറക്കുക. ചെറിയ തുകകൾ സ്ഥിരമായി ലാഭിക്കുക. വീട്ടിൽ നിന്നുള്ള ജോലി അവസരങ്ങൾ നോക്കുക. വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന കഴിവുകൾ പഠിക്കുക. സാമ്പത്തിക സ്വാതന്ത്ര്യം പണത്തെ മാത്രം കുറിച്ചല്ല, അത് ഓപ്ഷനുകളെക്കുറിച്ചാണ്. ചാണക്യൻ പറഞ്ഞത് ഓർക്കുക: ധനമില്ലാത്തവൻ മരിച്ചതിന് തുല്യമാണ്. സാമ്പത്തിക ആശ്രിതത്വം നിങ്ങളുടെ ജയിലാകാൻ അനുവദിക്കരുത്. ഈ തന്ത്രങ്ങൾ സഹായകരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ അറിവ് ആവശ്യമുള്ള ആരെങ്കിലുമായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ പദ്ധതികൾ ഒരിക്കലും വെളിപ്പെടുത്തരുത്. ചാണക്യൻ പറയുന്നു, മനസ്സിൽ ചിന്തിച്ച കാര്യം പുറത്തു പറയാതെ മന്ത്രം പോലെ രഹസ്യമായി സൂക്ഷിക്കണം. ഭർത്താവ് എതിരാളിയാകുമ്പോൾ
നിങ്ങളുടെ അടുത്ത നീക്കങ്ങളെക്കുറിച്ച് അയാളോട് ചർച്ച ചെയ്യരുത്. നിങ്ങൾ പണം മാറ്റിവെക്കുന്നതോ ജോലിക്ക് ശ്രമിക്കുന്നതോ നിയമപരമായ സഹായം തേടുന്നതോ അയാൾ അറിയാൻ പാടില്ല. ശത്രു നിങ്ങളുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിഞ്ഞാൽ അതിനെ തടയിടാൻ എളുപ്പമാണ്. അതുകൊണ്ട് ലക്ഷ്യം നേടുന്നതുവരെ വായ തുറക്കരുത്. സ്വകാര്യമായി ആസൂത്രണം ചെയ്യുക, രഹസ്യമായി പ്രവർത്തിക്കുക, ശക്തമായ സ്ഥാനത്തെത്തിയതിനു ശേഷം മാത്രം വെളിപ്പെടുത്തുക. ഇത് വഞ്ചനയല്ല, ഇത് അതിജീവന തന്ത്രമാണ്. എല്ലാം സ്വകാര്യമായി രേഖപ്പെടുത്തുക. അതിക്ഷേപകരമായ സംഭവങ്ങൾ, സാമ്പത്തിക രേഖകൾ, പ്രധാനപ്പെട്ട സംഭാഷണങ്ങൾ, തെളിവുകൾ സുരക്ഷിതമായി എന്നാൽ മറച്ചുവെക്കുക. സമയം വരുമ്പോൾ നിങ്ങൾക്ക് തെളിവ് ആവശ്യമാകും. ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നു, ബുദ്ധിമാൻ ആക്രമിക്കാനുള്ള ശരിയായ നിമിഷം വരെ തന്റെ ആലോചനകൾ സൂക്ഷിക്കുന്നു. നിങ്ങളുടെ മൗനം നിങ്ങളുടെ തന്ത്രമാണ്. നിങ്ങളുടെ രഹസ്യം നിങ്ങളുടെ ശക്തിയാണ്. നമ്മുടെ ദുഃഖത്തിന്റെ പ്രധാന കാരണം നമ്മുടെ പ്രതീക്ഷകളാണ്. അയാൾ മാറും, അയാൾക്കെന്നോട് സ്നേഹം തോന്നും. ഈ പ്രതീക്ഷകളാണ് നിങ്ങളെ വീണ്ടും വീണ്ടും കെണിയിൽപ്പെടുത്തുന്നത്. ചാണക്യൻ വളരെ വ്യക്തമായി പറയുന്നു, ദുഷ്ടനായ ഒരാളിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്നത് വേപ്പുമരത്തിൽ നിന്ന് മാമ്പഴം പ്രതീക്ഷിക്കുന്നത് പോലെയാണ്. അയാൾ മാറുമെന്ന് പ്രതീക്ഷിക്കാതെ അയാൾ ഇങ്ങനെയാണെന്ന് അംഗീകരിക്കുക. ആ അംഗീകാരത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പുതിയ ശക്തി ലഭിക്കും. പിന്നീട് അയാളുടെ ക്രൂരത നിങ്ങളെ അത്ഭുതപ്പെടുത്തില്ല, കാരണം നിങ്ങൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങൾ നിരാശപ്പെടുന്നത് നിർത്തുന്നു. നിങ്ങൾ നിരാശപ്പെടുന്നത് നിർത്തുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ തുടങ്ങുന്നു. ആ വ്യക്തതയാണ് യഥാർത്ഥ മാറ്റത്തിന്റെ ആരംഭം. യാഥാർത്ഥ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല. അതെങ്ങനെയാണോ അങ്ങനെ അംഗീകരിക്കുക. ഈ അംഗീകാരം പരാജയമല്ല, അത് നിങ്ങളുടെ തിരിച്ചുവരവിന്റെ അടിത്തറയാണ്. ചാണക്യൻ പറയുന്നു, ബുദ്ധിമാൻ വിശ്വസ്തരായ സഖ്യകക്ഷികളെ ചുറ്റിപ്പറ്റിയാണ് ജീവിക്കുന്നത്. ഈ യുദ്ധം ഒറ്റയ്ക്ക് നിങ്ങൾക്ക് പോരാടാൻ കഴിയില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ആളുകളെ തിരിച്ചറിയുക. അടുത്ത സുഹൃത്ത്, കുടുംബാംഗം, കൗൺസിലർ അല്ലെങ്കിൽ സപ്പോർട്ട് ഗ്രൂപ്പ്, എന്നാൽ വളരെ തിരഞ്ഞെടുത്തു മാത്രം. നിങ്ങളുടെ സാഹചര്യം യഥാർത്ഥമായി സഹായിക്കാൻ ആഗ്രഹിക്കുന്നവരുമായി മാത്രം പങ്കുവെക്കുക. ഗോസിപ്പ് ചെയ്യുകയോ വിധിക്കുകയോ ചെയ്യുന്നവരുമായല്ല. ആവശ്യമെങ്കിൽ പ്രൊഫഷണൽ സഹായം തേടുക. തെറാപ്പിസ്റ്റുകൾ, അഭിഭാഷകർ, സാമ്പത്തിക ഉപദേഷ്ടാക്കൾ. ഇവ ബലഹീനതയുടെ ലക്ഷണങ്ങളല്ല, അവ ബുദ്ധിയുടെ ലക്ഷണങ്ങളാണ്. എല്ലാം രേഖപ്പെടുത്തുക. സംഭവങ്ങൾ, സംഭാഷണങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവയുടെ രേഖകൾ സൂക്ഷിക്കുക. നിയമപരമായ കാര്യങ്ങളിൽ തെളിവ് നിങ്ങളുടെ സഖ്യകക്ഷിയാണ്. ഓൺലൈനോ ഓഫ്ലൈനോ വനിതാ പിന്തുണാ ഗ്രൂപ്പുകളിൽ ചേരുക. നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് അറിയുന്നതിൽ നിങ്ങൾക്ക് ശക്തി കണ്ടെത്താം. മറ്റുള്ളവർ ഈ പാത നടന്ന് കൂടുതൽ ശക്തരായി ഉയർന്നിട്ടുണ്ട്. ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നു, എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരിക്കണമെന്ന്. നല്ലതിനായി പ്രതീക്ഷിക്കുക, പക്ഷേ ഏറ്റവും മോശമായതിന് തയ്യാറെടുക്കുക. ഇത് വിവാഹമോചനം എന്നല്ല അർത്ഥമാക്കുന്നത്. അതിനർത്ഥം ഓപ്ഷനുകൾ ഉണ്ടായിരിക്കുക എന്നാണ്. ആവശ്യമെങ്കിൽ താൽക്കാലികമായി പോകാൻ എവിടെ പോകാമെന്ന് അറിയുക. പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകൾ തയ്യാറായി സൂക്ഷിക്കുക. നിങ്ങളുടെ ID, സർട്ടിഫിക്കറ്റുകൾ, ബാങ്ക് വിശദാംശങ്ങൾ, പ്രോപ്പർട്ടി പേപ്പറുകൾ, അവശ്യവസ്തുക്കളുള്ള ഒരു ചെറിയ അടിയന്തര ബാഗ് ഉണ്ടായിരിക്കുക. നിങ്ങളുടെ നിയമപരമായ അവകാശങ്ങൾ അറിയുക. നിങ്ങളുടെ പ്രദേശത്തെ ഷെൽട്ടറുകളും ഹെൽപ്പ് ലൈനുകളും ഗവേഷണം ചെയ്യുക. ചാണക്യന്റെ ജ്ഞാനം ഓർക്കുക. ബുദ്ധിമാൻ എല്ലാ സാധ്യതകളും ചിന്തിക്കുകയും അതിനനുസരിച്ച് തയ്യാറെടുക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ എക്സിറ്റ് പ്ലാൻ നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസിയാണ്. നിങ്ങൾ ഒരിക്കലും അത് ഉപയോഗിച്ചേക്കില്ല, പക്ഷേ അതുണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് ശക്തി നൽകുന്നു. ഈ തയ്യാറെടുപ്പ് നിങ്ങളുടെ വിവാഹം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചല്ല, അത് നിങ്ങളെ തന്നെ ഉപേക്ഷിക്കാതിരിക്കുന്നതിനെക്കുറിച്ചാണ്. ഓർക്കുക, ചാണക്യനീതി നമ്മോട് പറയുന്നത് ഒളിച്ചോടാനല്ല, മറിച്ച് ഇരയാകാതിരിക്കാനാണ്. കരയുന്ന സ്ത്രീയിൽ നിന്ന് തന്ത്രപരമായി ചിന്തിക്കുന്ന സ്ത്രീയിലേക്കുള്ള മാറ്റമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഈ 7 തന്ത്രങ്ങൾ വെറും തന്ത്രങ്ങൾ മാത്രമല്ല, അവ നിങ്ങളുടെ അതിജീവനത്തിനും മാന്യതയ്ക്കുമുള്ള ഉപകരണങ്ങളാണ്. 1. മൗനം നിങ്ങളുടെ കവചമായി ഉപയോഗിക്കുക. 2. വൈകാരിക അകലം സൃഷ്ടിക്കുക. 3. സാമ്പത്തിക ഭദ്രത കെട്ടിപ്പടുക്കുക. 4. നിങ്ങളുടെ പദ്ധതികൾ രഹസ്യമാക്കുക. 5. തെറ്റായ പ്രതീക്ഷകൾ അവസാനിപ്പിക്കുക. 6. നിങ്ങളുടെ പിന്തുണാ സംവിധാനം കെട്ടിപ്പടുക്കുക. 7. നിങ്ങളുടെ എക്സിറ്റ് പ്ലാൻ തയ്യാറാക്കുക. നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോകുംതോറും നിങ്ങളെ താഴെ വലിച്ചിടാൻ ശ്രമിക്കുന്നവർക്ക് നിങ്ങളുടെ അടുത്തെത്താൻ കഴിയില്ല. നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ മറ്റൊരാളുടെ കീശയിൽ ഇട്ടുകൊടുക്കാതിരിക്കുക. ഇപ്പോൾ നിങ്ങളിത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ഈ വീഡിയോ നിങ്ങൾക്ക് ശക്തി നൽകിയെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തുക. രണ്ടാമതായി, സമാന സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന ആരെങ്കിലുമായി ഇത് ഷെയർ ചെയ്യുക. ഇത് ഒരു ജീവൻ രക്ഷിച്ചേക്കാം. മൂന്നാമതായി,
സീക്രട്ട് വിസ്ഡം സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ജീവിതം മാറ്റിമറിക്കുന്ന ചാണക്യതന്ത്രങ്ങൾക്കായി ആ ബെൽ അമർത്തുക. 4. ഇരയിൽ നിന്ന് വിജയിയിലേക്ക് മാറാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ താഴെ ശക്തി എന്ന വാക്ക് കമന്റ് ചെയ്യുക. ഓർക്കുക, പ്രവർത്തനമില്ലാത്ത അറിവ് ഉപയോഗശൂന്യമാണ്. ഈ വീഡിയോയിൽ നിന്ന് ഒരു തന്ത്രം തിരഞ്ഞെടുത്ത് ഈ ആഴ്ച നടപ്പിലാക്കുക. ആധുനിക ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന കൂടുതൽ പുരാതന ജ്ഞാനത്തിനായി സ്ത്രീകൾക്കുള്ള ചാണക്യതന്ത്രങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്ലേലിസ്റ്റ് കാണുക. ലിങ്ക് വിവരണത്തിലുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ശക്തിയുള്ളവരാണ്. നിങ്ങൾ വിശ്വസിക്കുന്നതിനേക്കാൾ ബുദ്ധിയുള്ളവരാണ്. നിങ്ങൾ സമാധാനം, ബഹുമാനം, മാന്യത എന്നിവയ്ക്ക് അർഹരാണ്. സീക്രട്ട് വിസ്ഡം കണ്ടതിന് നന്ദി. അടുത്ത തവണ വരെ ശക്തരായിരിക്കുക, ബുദ്ധിമാന്മാരായിരിക്കുക.